അപ്രഖ്യാപിത പവർ കട്ട് എരുമപ്പെട്ടിയിലെ KCB കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ ജനങ്ങളുടെ വൻ പ്രതിഷേധം. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇന്ന് പുലർച്ചെ 4 മണിവരെ തുടർന്നു. പ്രതിഷേധത്തിൽ സ്ത്രീകളും കുട്ടികളും. എരുമപ്പെട്ടി, കടങ്ങോട്, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഉപഭോക്താക്കളാണ് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് എരുമപ്പെട്ടിയിലെ കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസിൽ അർദ്ധരാത്രിയിലെത്തി പ്രതിഷേധിച്ചത്. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുട്ടികളുമായി സ്ത്രീകളും വൈദ്യുതി ഓഫീസിൽ എത്തിയിരുന്നു. പലരും പായ വിരിച്ച് ഓഫീസിനുള്ളിലും പുറത്തും കിടന്ന് പ്രതിഷേധിച്ചു. KCB ഓഫീസിൽ തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് കറണ്ടില്ലാതെ വലഞ്ഞ പല പ്രദേശങ്ങളിലുമുള്ളവർ നേരിട്ട് ഓഫീസിലെത്തിയത്. നിങ്ങളോട് അപമര്യാദയായിട്ട് വാക്ക് സംസാരിക്കുകയോ മോശമായിട്ട് പ്രവർത്തിക്കുകയോ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി കലാപുണ്ടാക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ എന്തുള്ളത് വന്ന് നിൽക്കണേ? ഞങ്ങളുടെ പ്രയാസം നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഡ്യൂട്ടിയിലേക്ക് നിങ്ങൾക്ക് ശമ്പളം ഇരിക്കണേ. ഞങ്ങൾക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളുകളവരൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയിട്ട് പെരുമാറും. ഇത്ര ആളുകൾ നാളെ നേരം ജോലിക്ക് പോണ്ടേ? നാളത്തെ പൈസ ഇനി നാളെ എന്ത് ഒരു മര്യാദയില്ലേ? ജോലിക്ക് പോണ്ട മനുഷ്യന്മാരാണല്ലോ. അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയല്ലോ. ആ കുട്ടികൾ നിങ്ങൾ ആലോചിക്കും. കൈക്കുഞ്ഞുങ്ങളായിട്ട് അമ്മമാര് ഇതിനുള്ളിൽ വന്നിരിക്കണമെങ്കിൽ അവിടെ എത്തിയിട്ടാ. പ്രതിഷേധം പല ഘട്ടങ്ങളിലും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചത് നാട്ടുകാരും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിനുമിടയാക്കി. ഞങ്ങൾക്ക് സാധാരണഗതിയിൽ കറണ്ട് പോകുമ്പോൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇത്ര മിനിറ്റ് കറണ്ട് പോകുന്ന പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉപഭോക്താക്കൾക്കൊക്കെ SMS വരാറുണ്ട്. നിങ്ങൾ കറണ്ട് കട്ട് ചെയ്തോളൂ, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. നിങ്ങളെ കയ്യിലിരിക്കുന്ന സാധനം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. സർക്കാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾക്കൊരു SMS തന്നാലേ ഒരുപാട് രോഗികൾ വെന്റിലേറ്ററിന്റെ ഉപയോഗം ഇപ്പൊ നിങ്ങൾക്കറിയാം പണ്ടത്തെ പോലെ കുറ്റി വെച്ചിട്ടല്ല. ഈ ഇലക്ട്രിക് ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് ഉപയോഗിക്കണം. ഈ ഇലക്ട്രിക് ഉപയോഗിക്കുമ്പോൾ ഈ സാധനം പോകുമ്പോൾ ഇത്ര സമയം എന്നൊക്കെ അറിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ജനറേറ്റർ എടുത്ത് മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസമയത്ത് കറണ്ട് പോയാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. ജനലെ തുറന്നിടാൻ പറ്റില്ല. പാമ്പിന്റെ ശല്യം നിങ്ങൾക്കറിയാം. വലിയ പ്രയാസത്തിലെ നാട്ടുകാരുള്ളത്. ദയവ് ചെയ്തിട്ട് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ മുൻകൂർ ഞങ്ങളെ അറിയിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുണ്ടന്നൂർ സെക്ഷന് കീഴിലെ പല പ്രദേശങ്ങളിലും പകലും രാത്രിയിലും നിരന്തരം വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും രാത്രിയിൽ ഒട്ടും വൈദ്യുതി ലഭിക്കാത്ത അവസ്ഥയാണ്. കനത്ത ചൂടിൽ കുട്ടികളും പ്രായമായവരും കിടപ്പ് രോഗികളും ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഇന്നലെ രാത്രി 11 മണി മുതൽ ഇന്ന് രാവിലെ 6 മണി വരെ പല പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടു. പ്രധാന ഫീഡറിൽ തകരാർ സംഭവിച്ചതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം തകരാർ പരിഹരിക്കുവാനും ലൈൻ മാറ്റി ചാർജ് ചെയ്യുവാനും കട്ട് ഓഫായ സംവിധാനം പരിഹരിക്കാനും രാത്രികാലങ്ങളിൽ ആവശ്യമായ ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയിൽ 2 ലൈൻമാൻമാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ സ്ഥലത്തെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. അതേസമയം പവർ കട്ടുണ്ടെന്നും തിങ്കളാഴ്ച സംഭവിച്ചത് ചെറിയ തകരാറാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൈദ്യുതി തകരാർ പരിഹരിക്കാൻ കഴിയുമായിരുന്നിട്ടും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അനാസ്ഥയാണ് വൈദ്യുതി തടസ്സത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഒരു ദുരിതം നാട്ടിലെ മുഴുവൻ ആളുകളും അനുഭവിക്കുമ്പോൾ ഈ നാട്ടിലുള്ള ഈ ആളുകൾ മുഴുവൻ രാവിലെ പണിക്ക് പോകേണ്ടവർ. ഇപ്പൊ ഇനി നാളെ എന്ന് പറയാനില്ല. 3 മണിയായി സമയം. പണിക്ക് പോകേണ്ടവരാണ്. വീട്ടിൽ പണിക്ക് പോയാൽ മാത്രം ജീവിക്കേണ്ട കുടുംബങ്ങൾ പലതുമുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ അധികാരികൾ, ഇലക്ട്രിസിറ്റി ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയറും വീട്ടിൽ പോയി വിശ്രമിക്കുക എന്നത് ശുദ്ധ തമ്മാടിത്തരമാണെന്ന്